നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചിട്ടുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും കൂടാതെ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞു പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചുരുക്കത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ വിശദമായിട്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെ, അതായത് ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോയിൽ വിശദമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിച്ചതുപോലെ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും ഫലങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആമുഖമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത്. ഒരാളുടെ ആരോഗ്യം, ആയുസ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയെപ്പറ്റി സംഖ്യാശാസ്ത്രം സാമാന്യമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവരുടെ എല്ലാം ജന്മസംഖ്യകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ കിട്ടുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മസംഖ്യ മാത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ്, അത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ ജന്മസംഖ്യ അനുസരിച്ചുള്ള സാമാന്യ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 2 ജന്മസംഖ്യയുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയും പ്രതിപാദിച്ചു പോകാം. 2 ജന്മസംഖ്യ എന്നാൽ 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവർക്കാണ്. 2 എന്ന സംഖ്യ ചന്ദ്രന്റെ സംഖ്യയാണ്. ഇവർ പൊതുവെ സ്വപ്നജീവികളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. എഡിസിൻ, വിനോബ ഭാവ എന്നിവരൊക്കെ 2 ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ്. ഇവർക്ക് പൊതുവെ കുടുംബസ്നേഹം കൂടുതലായിരിക്കും. കൂടുതൽ ഫലങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും വളരെ വിശദമായിട്ടുള്ള പഠനത്തിലൂടെ കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് 2 ജന്മസംഖ്യ ആയിട്ടുള്ളവർ അറിയേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയും കൂടി പറഞ്ഞു പോകാം. 2 ജന്മസംഖ്യയുള്ളവരുടെ ആരോഗ്യനില പൊതുവെ നല്ലതായിരിക്കും. എന്നാൽ അജീർണം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ മഞ്ഞപ്പിത്തം പിടിപെടാറുമുണ്ട്. പകർച്ചവ്യാധികളെയും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. മിതമായി സസ്യാഹാരം കഴിക്കുന്നത് ശീലമാക്കിയാൽ തന്നെ ഇവർക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 20, 38, 47, 65, 74 എന്നീ പ്രായങ്ങളിലൊക്കെ ആരോഗ്യഹാനി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫെബ്രുവരി, നവംബർ മാസങ്ങളിൽ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.